ഹായ് ഹലോ കഥ ഫ്രെയിമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2024 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങി ആളുകളെ ചിരിപ്പിച്ചും പേടിപ്പിച്ചും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ ഒരു സിനിമയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു തായ് സിനിമയാണ്, ഹൊറർ സിനിമ 404 റൺ. ഇതിൻ്റെ വൺ ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകാരനായ നമ്മുടെ നായകനാണെങ്കിൽ ഒരു ഹോട്ടൽ വാങ്ങാണ്. പക്ഷേ ഹോട്ടൽ വാങ്ങിയത് നായകന് വലിയ തലവേദനയാവാണ്. അവിടെ 404 മുറിയിൽ ഒരു പ്രേതം അവന് കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടാണ്. ഈ പ്രേതത്തിൻ്റെ ഇനി എങ്ങനെ അവൻ രക്ഷപ്പെടുന്നൊക്കെ പറയുന്ന അവനും അവൻ്റെ കൂട്ടുകെട്ടും എങ്ങനെ ഈ മണ്ടത്തരൊക്കെ കാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു പറയുന്ന ഒരു മനോഹരമായ തായ് സിനിമയാണ്. അപ്പോൾ അധികം സമയം കളയണ്ട, നമുക്ക് കഥയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധികം സമയം കളയണ്ട, നമുക്ക് കഥയിലേക്ക് നേരെ പോകാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഹോട്ടലാണ്. അവിടെയാണെങ്കിൽ ആകെ തകർന്ന് വിളിഞ്ഞ് കിടക്കാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ നക്രോബും അതുപോലെ അവൻ്റെ മൂന്ന് ആൾക്കാരും കൂടിയിട്ട് നിൽക്കുകയാണ്. അവരാണെങ്കിൽ വാതിൽ തട്ടാണ്. ആ വാതിലങ്ങ് തുറന്ന് വരാണ് സ്വയം. അവരതിൻ്റെ ഉള്ളിൽ കയറാണ്. അപ്പോഴാണെങ്കിൽ അവിടുത്തെ ലൈറ്റൊക്കെ മിന്നി കത്താണ്. അപ്പം നമ്മുടെ നക്രോബ് ധൈര്യത്തോടെ പറയാണ്, അതിഥികളെ സ്വീകരിക്കാൻ വരുന്നില്ലേ നീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ വാതിലടിയാണ്. അതോടെ ഒരു കാറിൽ മാത്രം. ഇതെന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെയാണെങ്കിൽ കുറച്ച് മാസം മുമ്പാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ നക്രോബാണെങ്കിൽ അവർ യൂട്യൂബ് ചാനലിടാണ്, ഞങ്ങളാണെങ്കിൽ വീടൊക്കെ പണിത് നല്ല വൃത്തിയാക്കിയിട്ട് നല്ല വിശ്വസ്തയോടെ നിങ്ങൾക്ക് നൽകുന്നതാണ്, നിങ്ങളിതിലേക്ക് വിളിക്കുക, ഹെവൻ പോലെയാക്കി തരും നിങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം. നമ്മുടെ ഹീറോയാണെങ്കിൽ ഈ പഴയ വീടുകളൊക്കെ വില കുറവിന് എടുത്തിട്ട് അത് വെറുതെ ഒന്ന് പുട്ടിയൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് അത് ആൾക്കാരെ കൊണ്ട് പറ്റിച്ച് വിൽക്കലാണ് ആളുടെ പ്രധാന ജോലി. അതുപോലെ ആൾക്കും ആളുടെ കാമുക്കിക്കും സ്വന്തമായിട്ട് ഒരു കമ്പനിയും കൂടിയുണ്ട്. അങ്ങനെ നാക്രോബാണെങ്കിൽ അവൻ വിൽക്കാനുള്ള വീടിൻ്റെ ഉള്ളിൽ കയറാണ്. ഇതിലാണെങ്കിൽ കുറച്ച് കുളമായി കിടക്കുന്ന സ്ഥലത്തൊക്കെ ആൾ കാർപ്പറ്റ് വെച്ചിട്ട് മറയ്ക്കുകയാണ്. അതുപോലെ ചുമരിൽ വെള്ളം ചോർച്ചുള്ളടത്ത് ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്നിട്ട് അത് മറച്ച് വെക്കുകയാണ്. എന്നിട്ട് ആൾ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് ആളുടെ ആട്ട കാർപ്പറ്റിലേക്ക് 2 തുള്ളി പുട്ടി വന്ന് വീഴാണ്. അപ്പോൾ ആളാണെങ്കിൽ മാമ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നമ്മുടെ ചോക്കിനെ. നമ്മുടെ നക്രോബിൻ്റെ കൂടെയുള്ള അങ്കിളാണ്, ഇയാളുടെ പേര് ചോക്ക് എന്നാണ്. അപ്പോൾ ചോക്ക് നല്ല അടിച്ച് കൂസാണ്. ആൾ വന്നിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ്. എന്താ അത് ഉണങ്ങാൻ നേരം വൈകുമെന്ന് പറയാണ് നമ്മുടെ ആൾ കണ്ണോട് കാട്ടുമ്പോൾ. ഈ സമയത്താണെങ്കിൽ റൂം തുറന്നു ആര് പുറത്തേക്ക് വരാണ്. ഇതാണ് ഇവനാണ് നമ്മുടെ മാമൻ ജോക്കിൻ്റെ മോൻ. നമ്മുടെ നക്രോബ് ഒന്ന് ചോദിക്കുകയാണ്, നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അച്ഛൻ പറഞ്ഞു ഇവിടെ കയറി ഇരിക്കി, ഇത് കുറച്ച് നേരം ഇരുന്നാൽ മതി, സംഭവം ഇപ്പോൾ റെഡിയാവുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കയറിയെന്ന് പറയാണ്. സമയത്ത് അച്ഛനാണെങ്കിൽ നീ എന്നെ കളിയാക്കുന്നോടാന്ന് പറയാണ്. അപ്പോൾ ആൾ മുഖം താഴ്ത്തിരിക്കുകയാണ്. എന്നിട്ട് മാമൻ ചോക്കാണെങ്കിൽ നമ്മുടെ നൊക്രോബിനെ നോക്കിയിട്ട് പറയാണ്, നീ പേടിക്കണ്ട, നാളത്തോടു കൂടി റെഡിയാവും എന്ന് പറയാണ്. അപ്പം തന്നെ ആരും അങ്ങോട്ട് കയറി വരുന്ന ശബ്ദം കേൾക്കാണ്. അപ്പം അങ്കിൾ ചോദിക്കും, ഇന്നാണ് അവർ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ തലയാട്ടാണ്. സമയം ഇനി കുറച്ചുള്ളൂ എന്ന് പറയാണ്. അവിടുന്ന് സീൻ കട്ടാക്കി വന്ന ആൾക്കാരെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് നല്ല മനോഹരമായ വീടാണ്, അവിടുന്ന് പോകാൻ തോന്നില്ല എന്ന് പറയാണ്. ഇപ്പം തന്നെ ഒരു ശരി എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ, പേടിക്കണ്ട, നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റും, നിങ്ങൾ ഈ കാർഡ് കണ്ടോ, ഇനി നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സീൻ കാട്ടൊക്കെ കാണിക്കുന്നത് രാത്രിയാണ്. അവിടെയാണെങ്കിൽ ഈ കമ്പനിയുടെ ഓണറാണ്. ഇതാണ് നമ്മുടെ നക്രോബിൻ്റെ കാമുകിയായ ലിൻ. അവിടെയാണെങ്കിൽ ലിന്നാണെങ്കിൽ ആകെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ന്യൂ ഇയർ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ അലങ്കാരമാണ്. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരൻ പറയാണ്, അതെ ഇന്നവനെങ്കിലും വരുമോ, ഇന്നെങ്കിലും അവനാണെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കുമോ, കാര്യമൊക്കെ പറയുമോ എന്ന് ചോദിക്കുകയാണ്. അവനാണെങ്കിൽ അവനൊന്നിനും കൊള്ളാത്തവനാ, നീ വേണമെങ്കിൽ വേറെ ആൾക്കാരെ നോക്കാനായിട്ട് അവനാണെങ്കിൽ അവളോട് പറയാണ്. അവൾ പറയാണ്, അവൻ എന്തായാലും എൻ്റെ കാര്യം നോക്കുമെന്ന് പറയാണ്. ഈ സമയത്ത് അങ്ങോട്ട് കാറ് വരാണ്. ഇത് കേട്ടത് അവൾക്ക് സന്തോഷത്തോടെ അവളെ ഏറ്റുക്കുമ്പോൾ നമ്മുടെ നക്രോബാണെങ്കിൽ അങ്ങോട്ട് വരാണ്. നക്രോബ് വന്നിട്ട് മുട്ടുകുത്താണ്. അപ്പോഴേക്കും ഇതാണെങ്കിൽ ഇപ്പോൾ തരും എന്ന് പറയാണ്. അപ്പോൾ അവളാണെങ്കിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. അവരാണെങ്കിൽ മുട്ടുകുത്തിയിട്ട് അവൻ്റെ ഷൂസിൻ്റെ ലൈസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടത് അവളുടെ ഇത് പോയി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയാണ്, നീ എന്തെങ്കിലും മറന്നോ എന്ന് ചോദിക്കുകയാണ്. ശരി ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അവനെന്തോ തപ്പാൻ പോകുമ്പോൾ അവൾ വീണ്ടും സ്വപ്നത്തിൽ പോവാണ്. ഈ സമയത്താണെങ്കിൽ അവനാണെങ്കിൽ പേരെടുത്ത് കാട്ടാണ്, എവിടെ ഒപ്പിടേണ്ടതെന്ന് ചോദിക്കുകയാണ്. നീ എന്ത് മണ്ടനാന്ന് പറയാണ് കൂട്ടുകാരൻ. അപ്പോൾ അവൾ പറയാണ്, ഇന്നത്തെ ദിവസം നിനക്കറിയുമെന്ന് ചോദിക്കുകയാണ്. അലങ്കരിച്ചപ്പോൾ അറിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ലിൻ ചോദിക്കുകയാണ്, കാര്യം വിറ്റ് കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയും, വിൽക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയാണ്. അപ്പോൾ നടന്ന സംഭവം കാട്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ആളാണെങ്കിൽ ഉള്ളിൽ കൊണ്ടുവന്നപ്പോൾ ആ പുട്ടിയാണെങ്കിൽ ഉള്ളതൊക്കെ അവൻ്റെ തലയിൽ വന്ന് വീഴാണ്. ആ ഫാമിലി തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ ഇവനാണെങ്കിൽ മുഖത്ത് അത് തേക്കാണ് 2 കപ്പിൾസ് നോക്കുമ്പോൾ. എന്നിട്ട് പറയാം സൺ ക്രീമാണ്, ഇവിടെ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയൊക്കെ ഇടയ്ക്ക് തേച്ച് നടക്കണമെങ്കിൽ പ്രായം തോന്നിക്കുന്നു പറയാണ്.
അപ്പോഴാണ് ഞങ്ങൾക്കതൊന്നും വേണ്ട കാര്യമില്ല, ഞങ്ങൾ 24-25 പറയാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടെയൊക്കെ വീട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് എടുത്താൽ നിങ്ങളുടെ നല്ല ഭാഗ്യമായിരിക്കും, ഇത്ര നല്ല വീട് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബ്രോക്കേഴ്സുകളെ പോലെ തന്നെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്താണെങ്കിൽ ആ കപ്പിൾസ് ആണെങ്കിൽ ഈ വീട് വാങ്ങണമെന്നുള്ളതിൽ പരിതാപകരത്തിലാണ്. അവരാണെങ്കിൽ വിലയൊക്കെ കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ ആളെ വന്നിട്ട് പറയും 1,00,000 തന്നാൽ മതി, നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാമെന്ന് പറയാണ്. അപ്പോൾ അവർ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ അവിടേക്കാണെങ്കിൽ ഒരു ചൈനക്കാരൻ കയറുകയാണ്. അത് ഇവൻ്റെ പ്ലാനിലുള്ള ആളാണ്, അവൻ്റെ പേരാണ് നമോങ്. അങ്ങോട്ട് കയറി വരാണ്. എന്നിട്ട് അവൻ ചൈനയിൽ സംസാരിക്കുകയാണ്. ഫസ്റ്റ് മാത്രമേ ചൈന വരുള്ളൂ, പിന്നെയൊക്കെ ടൈലാണ് സംസാരിക്കണത്. ഇവിടെ മിണ്ടാണ്ടിരിക്കാൻ പറയാണ് നമ്മുടെ നക്രവ്. എന്നിട്ട് അവൻ്റെ മുമ്പിൽ പറയാണ്, ഇയാൾ വീട് വാങ്ങാൻ പോവാണ്, ആ കപ്പിൾസും കൂടി നോക്കട്ടെ, ആ കപ്പിൾസിൻ്റെ താല്പര്യം നോക്കട്ടെ എന്ന് പറയാണ്. അവരാണെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള അവസാനത്തിനാണ് അവസാന തീരുമാനം പറയാണ്. പിന്നെ അവിടെ നിന്ന് സിങ്കട്ടാക്കിയിട്ട് 50,000 കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ കപ്പിൾസിൻ്റെ കാറിൻ്റെ പിന്നാലെ ഓടാണ് നമ്മുടെ ഹീറോ. അവിടുന്ന് സിങ്കട്ടൊക്കെ കാണിക്കുന്നത് എവിടെയാണ്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചറപറ വെടിവെക്കുകയാണ്. ആരാ നോക്കുമ്പോൾ അങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ക്രോബ് കടം കൊടുക്കാനുള്ള ആൾ കയറി വരാണ്. എൻ്റെ അവസാന കൊല്ലായി, ഈ കൊല്ലങ്ങനെ എനിക്ക് തിരിച്ചേരില്ലടാ എന്ന് ചോദിച്ചിട്ട് അവനെ പേടിപ്പിച്ചിട്ട് വെടിപ്പ് പൊട്ടിക്കുന്നുള്ള രീതി നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ലിന്നാണെങ്കിൽ ഓടിച്ചെന്നിട്ട് നമ്മുടെ നക്രോബും അവളും കൂടിയിട്ട് തുടങ്ങിയ സേവിങ് അക്കൗണ്ട് എടുത്ത് കൊടുക്കാണ്. ഈ പണെടുത്തോളം പറയാണ്. അവിടുന്ന് സിങ്കട്ടാക്കി കാണിക്കുന്നത് നക്രോബ് അവളോട് പറയാണ്, ഞാൻ എന്തായാലും സേവിങ് അക്കൗണ്ടിൽ നിന്ന് ഉളക്കിയുള്ള പണം ഞാൻ എടുത്തു തരാം, 10,000 എന്തായാലും ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോവാണ്. പിന്നെ അവനും അതുപോലെ തന്നെ ചോക്കിൻ്റെ മോനും അതുപോലെ നോമോങ്ങൊക്കെ കൂടിയിട്ട് കാറിൻ്റെ മേലെ ഇരുന്നിട്ട് ഇനി അടുത്തെന്ത് പണിക്ക് പോകുന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് നക്രോബാണെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ വാങ്ങാനുള്ള സ്ഥലം. അപ്പോൾ നമ്മുടെ ചോക്ക് പറയാണ്, അതെ എന്തായാലും ഇനി വാങ്ങാൻ നോക്കിയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, എന്തായാലും കുറച്ച് നമുക്ക് കിട്ടുള്ളൂ, വലിയ ഇതിൻ്റെ സ്ഥലം വാങ്ങാൻ പറയാണ് നമ്മുടെ ചോക്ക് മാമൻ. അപ്പോൾ ആൾ നോക്കുമ്പോൾ ഒരു ഹോട്ടൽ കാണാണ്. ഹോട്ടലിൻ്റെ പേരാണ് സുഗ് നിരീൻ ഹോട്ടൽ. ഇത് കേൾക്കാണ് അവർ. എന്നിട്ട് പറയാണ്, ഇതിന് വെറും 10 കൊടുത്താൽ മതി, ഈ ഹോട്ടൽ നമ്മുടെ സ്വന്തം, ഇത് വീണ്ടും പണിതെടുത്താണ്ടല്ലോ മോനെ, നല്ല വിലയ്ക്ക് വിൽക്കാമെന്ന് പറയാണ് നമ്മുടെ നക്രോബ്. അങ്കിൾ ചോയാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാണ്. ഈ സമയത്താണെങ്കിൽ അങ്കിൾ ചോയുടെ മോനും അതുപോലെ നോമോങ്ങും കൂടിയിട്ട് അതൊന്നും വേണ്ട, ഇത് കണ്ടെന്നെ അറിയില്ല, പ്രേതാലയം പോലെ, അത് ഇത്ര വിലയ്ക്കാരെങ്കിലും ഇത്ര വലിയ ഹോട്ടൽ തരുമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അപ്പം തന്നെ പറയാണ്. പക്ഷെ നമ്മുടെ നക്രോബാണെങ്കിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവർ ഗ്രാമത്തിലേക്ക് വരാണ്. അങ്ങനെ ഗ്രാമത്തിൻ്റെ നടുവിലെത്തുമ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ ആൾ കാറ് നിർത്തിയിട്ട് നക്രോബ് ഇറങ്ങി ചെന്നിട്ട് അവിടെയുള്ളൊരു ലോട്ടറി വിൽക്കുന്ന ആളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അതെ ഈ സുഗീസ് നുരിയാൻ ഹോട്ടൽ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളുടെ ആണെങ്കിൽ മുഖം പെട്ടെന്ന് മാറാണ്. എന്നിട്ട് അയാൾ പറയാണ്, നിനക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല, സുഗി നീരാൻ ഹോട്ടൽ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. വീണ്ടും അയാൾ അത് തന്നെ പറയുമ്പോൾ, എടോ ഞാൻ നിങ്ങളോട് മര്യാദയായിട്ടല്ലേ സംസാരിച്ച്, നിങ്ങൾക്കെന്താ പ്രാന്താണെന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗ്യാങ് അങ്ങോട്ട് വരാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം, എന്താണ്? ഇയാളോട് ഞാൻ മര്യാദയായിട്ട് ഹോട്ടലിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഇയാൾ പറയാണ് മരിക്കാനാണോ പോണേന്ന്. ഇവരിങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ മറ്റേ ലോട്ടറി വിൽക്കുന്ന ആളുടെ കൂടെയുള്ള ആൾക്കാർ അങ്ങോട്ട് വരാണ്. വീട് നമ്മുടെ ചൈനക്കാരൻ്റെ പോലെ ഇരിക്കണ നാമോ അങ്ങോട്ട് ചോദിക്കുകയാണ്, സുഗീൻ നിരൂൺ ഹോട്ടൽ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയും, ഇതവിടെ പോയി മരിച്ചോളാൻ പറയാണ് ഇവറ്റങ്ങളോട്. ഇവരാണെങ്കിൽ കാറെടുത്തിട്ട് ആ മലയുടെ കുന്നിലേക്ക് കയറി പോവാണ്. അതാണെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഹോട്ടലിൽ നിൽക്കുന്നത്. അങ്ങനെ ഹോട്ടലിൽ എവിടെ എത്തുമ്പോൾ മുഴുവൻ പോസ്റ്റേഴ്സാണ്. ഈ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്, ഈ ഹോട്ടൽ വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞ കുറേ പോസ്റ്റേഴ്സ് കാണാണ്. നമ്മുടെ നക്രോബാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ പോയിട്ട് ഒരു പോസ്റ്റർ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കൈ കൊണ്ട് ബാക്കിൽ തൊടാണ്. നമ്മുടെ ആൾ പേടിച്ച് നോക്കുമ്പോൾ അതാണെങ്കിൽ ആ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വന്ന ബ്രോക്കറാണ്. അയാളാണെങ്കിൽ വരൂ നമ്മൾക്ക് സ്ഥലം കാണിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഇവരും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് വരാണ്. അയാൾ പറയാണ്, എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ സ്ഥലം വാങ്ങിയേനെന്ന് പറയാണ്. എന്നിട്ട് അയാൾ പറയാണ്, ഇവിടെ 4 ഫ്ലോറുണ്ട്, 4 ഫ്ലോറിലും എല്ലാം കൂടിയിട്ട് 80 മുറികളുണ്ടെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരും കൂടി പോവാണ്. സെക്കൻഡ് ഫ്ലോറും കണ്ട് നമ്മുടെ ആൾക്കാർ അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ 4th ഫ്ലോർ എത്താണ്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ ബ്രോക്കറാണെങ്കിൽ പെട്ടെന്ന് ആളുടെ കഴുത്തിക്ക് പിടിക്കുകയാണ്. അവളൊരു മാല ആളിട്ടിട്ടുണ്ട്. അതിൻ്റെ 404 മുറിയിലേക്ക് നോക്കാണ്. 404 എന്ന മുറിയിലേക്ക് നോക്കിയിട്ട് അയാൾ ഒരു രീതി നിൽക്കുകയാണ് അനങ്ങാണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ നക്രോബ് വന്നിട്ട് അയാൾ തട്ടാണ്. അയാൾ പേടിച്ചിട്ട് അമ്മയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ട്, ഇതാണ് നല്ല മനോഹരമായ മുറിയാണ്, ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരും കൂടെ താഴോട്ട് കൊണ്ടുവരാണ്. എന്നിട്ട് പറയാണ്, എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം പറഞ്ഞിട്ട് ഒരു സൈഡിൽ പോയി നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഇയാളാണെങ്കിൽ ബ്രോക്കറാണെങ്കിൽ അവളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടെയാണെങ്കിൽ ആളുടെ പിന്നിൽ ഒരു സ്ത്രീയുടെ നേല്. ആളാണെങ്കിൽ പേടിച്ചിട്ട്
പൊങ്ങി നോക്കുമ്പോഴാണെങ്കിൽ അതൊരു പ്രതിമയായിരുന്നു. രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ആൾ വീട് നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ടീമാണെങ്കിൽ ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഇതിലാണ്. നക്രോബും മേയോ ഒക്കെ പറയാണ് ഇത് ഭൂതമുള്ള സ്ഥലമാണ്, അത് വാങ്ങണ്ട എന്ന് പറയാണ്. പക്ഷേ അങ്കിള് പറയാണ് നീ അതൊന്നും വിശ്വസിക്കില്ലടാ, പ്രേതമൊന്നും ഇല്ലടാ, നമുക്കിത് വാങ്ങാം, ഇത് വാങ്ങുമെന്ന് പറയാണ് നക്രോബിനോട്. നക്രോബാണെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് വീട് നമ്മുടെ ബ്രോക്കറെ കാണിക്കുകയാണ്. അയാൾ വീണ് താഴേക്ക് നോക്കുമ്പോൾ ആ നിഴലാണെങ്കിൽ പെട്ടെന്ന് കഴുത്തൊടിക്കുകയാണ്. ഇത് കണ്ടതും ആളാണെങ്കിൽ പേടിച്ചിട്ട് ഓളിയിടാനും പറ്റില്ല, ഓളിട്ടേന് ഇവരെ കേൾക്കുമല്ലോ. ആൾ തൊള്ളയൊക്കെ അടിച്ചു പിടിച്ചിരിക്കുകയാണ്. അവസാനം അയാളെ വിളിക്കുകയാണ് അവർ. മറ്റേ നക്രോബ് പറയാണ് ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാളാണെങ്കിൽ ആരും മരിച്ചിട്ടില്ല എന്ന് പറയാണ്. അതല്ല, ആരെങ്കിലും ഇവിടെ മരിച്ചിട്ടോ പ്രേതമായിട്ടോ ഒക്കെ ഉണ്ടെന്ന് പറയാണ്. ഇല്ല എന്ന് പറയാണ്. അപ്പാണെങ്കിൽ നമ്മുടെ നക്രോബാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു മാല കാണാണ്. അപ്പോൾ അയാൾ പറയുന്നത് ഇത് പുതിയ ഫാഷനാണെന്ന് പറയാണ്. അങ്ങനെയാണോ, ഇത് എവിടെ നോക്ക് പ്രേതം എന്ന് പറയാണ്. ഓ അവിടെയോ പ്രേതമില്ല, ഓ ഇവിടെയോ പ്രേതമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രോക്കറാണെങ്കിൽ ആയത്തില്ലടാ എന്ന രീതിയിലാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ അങ്കിള് മാമനായ ചോക്കാണെങ്കിൽ അവിടെയാണെങ്കിൽ ആൾ എന്തെടുക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു പാത്രം തട്ടി വീഴാണ്. ഇത് കേട്ടതും നമ്മുടെ ബ്രോക്കറാണെങ്കിൽ ഓ ലളിത എന്നൊന്നും ചെയ്യില്ല ലളിത, ഞാനൊരു ബ്രോക്കറാണ്, ഞാൻ അവർ കാണിക്കാൻ വന്നതാണ് ലളിത എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പേടിച്ച് വിറയ്ക്കുകയാണ്. ഇത് കേട്ട് നക്രോബ് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയാണ്. അയാളാണ് അവസാനം അതേ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നക്രോബ് പറയാണ് പേടിക്കണ്ട, ഞാൻ എന്തായാലും ഈ സ്ഥലം വാങ്ങും, പക്ഷെ ഞാൻ പറയണ റേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ വില കുറയ്ക്കുകയാണ്. ആളാണെങ്കിൽ സമ്മതിക്കില്ല. അപ്പാണെങ്കിൽ നക്രോബാണെങ്കിൽ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ നടന്നു വരാണ്. അപ്പം നമ്മുടെ ബ്രോക്കറാണെങ്കിൽ അവിടെ കിടന്ന് ആലോചിക്കുകയാണ്. അവസാനം ബ്രോക്കർ പറയാണ് ഓക്കെ എന്ന് പറയാണ്. അപ്പോൾ കരാറ് റെഡിയാക്കിക്കോളാൻ പറയാണ്. പിന്നെ കാണിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. നമ്മുടെ നക്രോബും അതുപോലെ തന്നെ നിമോങ്ങും ഏയൊക്കെ കൂടിയിട്ട് തിരിച്ചു വരാണ്. നമ്മുടെ അങ്കിളിനെയാണ് അവിടെ നിർത്തിയിരിക്കണത് ഹോട്ടലിൽ. അവിടെ കയറുമ്പോഴാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി പോവാണ്. ഞങ്ങൾക്കവിടെ ജോലി വേണ്ടോ, എവിടെ ഒരു പെണ്ണിൻ്റെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ ഇറങ്ങി പോവാണ്. നമ്മുടെ മാമൻ ചോക്കാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. അയാളാണെങ്കിൽ അവിടെ കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നക്രോബിനോട് പറയാണ് എവിടെ നിന്ന് ജോലിക്കാരെ കൊണ്ടുവന്നാലും 2 ദിവസം കൊണ്ട് ഇവർ ഇറങ്ങി പോവാന്ന് പറയാണ്. ഓ നിങ്ങളെ ഏൽപ്പിച്ച എന്നെ വേണം പറയാമെന്ന് പറഞ്ഞിട്ട് നക്രോബാണെങ്കിൽ ഉള്ളിൽ കയറി വരാണ്. എല്ലാവരും കൂടി ഉള്ളിലിരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട് മാമൻ ചോക്കിൻ്റെ മോനാണെങ്കിൽ പേടിച്ച് കൈ ഉയർത്തി പറയാണ് അവളെ കാണാൻ നല്ല ഭംഗിയാണ്, അവൾക്ക് നീണ്ട മുടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആളാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഈ മാമൻ ചോക്കിൻ്റെ മോനാണെങ്കിൽ നല്ല ഫണ്ണിയാണ്. കഥാപാത്രമാണ് ഈ സിനിമ മുഴുവൻ കൂടുതൽ ചിരിക്കാനുള്ള കണ്ടന്റ് ഇട്ട് തരുന്നത്. ഇവർ നോക്കുമ്പോഴാണെങ്കിൽ ഒരു ലേഡി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കാശ് എവിടെയെന്ന് ചോദിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആ ലേഡിയാണെങ്കിൽ അവിടെയുള്ള ജോലിക്കാർക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വന്നതാണ്. അതിൻ്റെ കാശ് എവിടെയെന്ന് ചോദിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ് കാശില്ല, ഇനി ഭക്ഷണം കൊണ്ടുപോയിക്കോ, ഇനി ഇവിടെ ജോലിക്കാരൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ആ ലേഡി പറയാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കഥയൊന്നും അറിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ പോവാൻ നിൽക്കുമ്പോൾ അവർ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ് കഥയൊന്നും പറയാണ്, കാശ് തരാൻ പറയാണ്. അപ്പോൾ കാശ് എടുത്ത് കൊടുക്കുമ്പോൾ ആ കഥ പറയാണ് സ്ത്രീ ഈ ഹോട്ടലിനെ കുറിച്ച് പല കഥകളും ഉണ്ടെന്ന് പറയാണ്. 1941 അന്ന് ഞാൻ ചെറിയൊരു കുട്ടിയായിരുന്നു, അന്ന് എന്നെ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓ എൻ്റെ നിങ്ങളെ കുറിച്ചല്ല ഈ ഹോട്ടലിനെ കുറിച്ച് പറയണം നമ്മുടെ നാമോങ്ങ്. അപ്പോൾ അവൾ പറയാണ് ഓ എൻ്റെ അമ്മ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അമ്മ പറഞ്ഞ ഓർമ്മ എനിക്കുള്ളൂ. ഈ ഹോട്ടലിലാണെങ്കിൽ 2 കപ്പിൾസായിരുന്നു തുടങ്ങി വെച്ചത്. അതിലത്തെ മെയിൻ ഓണറിൻ്റെ പേരാണ് ലളിത, അവൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ആൾട്ട്. അവർ 2 ആളും കൂടിയിട്ടാണ് ഈ ഹോട്ടൽ തുടങ്ങി വെച്ചത്. ലളിതയാണെങ്കിൽ ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു സുന്ദരിയായ ലേഡിയായിരുന്നു. അവളാണെങ്കിൽ അവളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ എതിർത്തിട്ടാണ് നമ്മുടെ ആൾട്ടായിട്ട് വിവാഹം കഴിച്ചത്. അങ്ങനെയാണ് അവർ ഈ ഹോട്ടൽ തുടങ്ങിയത്. പിന്നെ ഒരു ദിവസമാണെങ്കിൽ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ലളിതയാണെങ്കിൽ ആൾട്ടിൻ്റെ കഴുത്ത് മുറിച്ചിട്ട് അവൾ സ്വയം അവിടെ കുത്തിമരിക്കണതാണ് കണ്ടത്. എന്തുണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണം അവർ. അപ്പോഴാണെങ്കിൽ നമ്മുടെ നാമോങ്ങാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാട്ടി കൊടുക്കാൻ. അതിലാണെങ്കിൽ ലളിത എന്ന പേരുള്ള ഒരു സ്ത്രീയും അതുപോലെ തന്നെ ആൾട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. ആൾട്ടിൻ്റെ മുഖമാണെങ്കിൽ കുത്തിക്കീരി വെച്ചേക്കാണ്. ഈ സമയത്ത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആ ലേഡി അവിടെ നിൽക്കാണ്. എന്നിട്ട് ആ ലേഡിയാണെങ്കിൽ കൈ ചൂണ്ടി കാട്ടാണ്. ആ റൂമിലായിരുന്നു അവർ താമസിച്ചിരുന്നത്, 404-ാമത്തെ മുറി എന്ന് പറയാണ് അവരോട്. അവരാണെങ്കിൽ പേടിച്ച മുറിയിലേക്ക് നോക്കാണ്. അവിടുന്ന് സീൻ കട്ടാക്കി കാണിക്കുന്നത് രാത്രിയാണ്. പറ എന്ന് പറഞ്ഞ മഴ പെയ്യാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടെൻറ്റൊക്കെ കെട്ടി പുറത്ത് കിടക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഗതി കിട്ടാവന്മാർ ഉള്ളിലേക്ക് കയറാണ്. അങ്ങനെ അവർ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഈ സമയത്താണെങ്കിൽ നോങ്ങും അതുപോലെ തന്നെ അങ്കിളിൻ്റെ മോനും നമ്മുടെ നക്രോബിൻ്റെ കൂടെ കിടക്കാമെന്ന് പറയാണ്. നക്രോബാണെങ്കിൽ നാണില്ലടാ, നിങ്ങൾക്ക് ആണുങ്ങളാൽ ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടെന്ന് പറയാണ്. ഓ എനിക്കത്ര ധൈര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ അങ്കിൾ ചോക്കാണെങ്കിൽ കണ്ടോ ഞാൻ കണ്ടോ, ആരെ പേടിക്കണം, നിങ്ങളൊന്ന് പ്രേതത്തെ പേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആളാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി റൂമിൽ കിടക്കാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നക്രോബും നാമോങ്ങും അതുപോലെ തന്നെ ചോക്കിൻ്റെ മോനും കൂടിയിട്ട് ഒരുമിച്ച് കിടക്കാണ്. നാങ്ങോമാണെങ്കിൽ സ്വപ്നത്തിൽ എൻ്റെ സരസി എന്ന് പറഞ്ഞിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കാണ് നമ്മുടെ നക്രോബിനെ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചോക്കിൻ്റെ മോനാണെങ്കിൽ കാലുകൊണ്ടൊക്കെ വെക്കുകയാണ് അവൻ്റെ മേത്ത്. അവനാണെങ്കിൽ ഒറ്റ ചവിട്ട് ഓട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കിടാണ്. അങ്ങനെ അവർ കിടക്കുമ്പോഴാണെങ്കിൽ വീട് ബോസ് എന്ന് ചോക്കോൻ്റെ മോൻ വിളിക്കുന്ന പോലെ ആരോ വിളിക്കുകയാണ്. അവനങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണാനില്ല.
വീണ്ടും അവൻ പഴയ പോലെ കിടന്ന് വീണ്ടും ആ ശബ്ദം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഏതൊരു ശവം കെട്ടി വെച്ചിരിക്കുന്ന പോലെ ഒരു തുണിയിൽ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടത് ആൾ പേടിക്കുകയാണ്. ആളാണെങ്കിൽ നമ്മുടെ നാമോങ്ങിനെ കുണ്ടിക്കിട്ടടിക്കുകയാണ്, എനിക്കിടാ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആൾ അടിച്ചിട്ട് എത്രയാണെങ്കിലും അവനെ എനിക്കണില്ല. നോക്കുകയാണെങ്കിൽ അവിടെ ആ ശരീരം വന്ന് കിടക്കാണ്. ആ ശരീരമാണെങ്കിൽ ഇവൻ്റെ കഴുത്തിലാണെങ്കിൽ കീറി അമർത്തി പിടിക്കുകയാണ്. ആളാണ് സ്വപ്നം കണ്ടിട്ട് എനിക്കാണ് ആളെനിക്കുമ്പോൾ നമ്മുടെ രണ്ട് അപ്പുറത്തും കിടക്കേണ്ടായ ടീമും അതുപോലെ എനിക്ക് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോക്കിനോട് കാര്യം പറയാണ്, ചോക്കിൻ്റെ മോനോട് കാര്യം പറയാണ്, നിന്ന് സ്വപ്നം കണ്ടെന്ന് പറയാണ്. ഇപ്പോൾ നോമാണെങ്കിൽ സ്വപ്നം കണ്ടതല്ലേ ഉള്ളൂ, എനിക്കവിടെ പേടിയായിട്ട് വയ്യാന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചോക്കിൻ്റെ മോനാണെങ്കിൽ കഴുത്തിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ആരോ കഴുത്ത് പിടിച്ച് നുറുക്കിയ പാട് കാണാണ്. സ്വപ്നമല്ല എന്ന് തോന്നുന്നത് റിയലാന്ന് തോന്നാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ നാങ്ങോമും അത് തന്നെ കാണാണ്, അത് റിയലാണെന്ന് തോന്നാണ്. ഈ സമയത്താണെങ്കിൽ ഡോറിൽ ആരോ തട്ടണ ശബ്ദം കേൾക്കാണ്. അയ്യോ ദൈവമേ, ഏതം നമ്മളെ തേടി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോമോങ്ങും അതുപോലെ തന്നെ എയും കൂടിയിട്ട് പൊതുപ്പിൻ്റെ അടിയിൽ പോവാണ്. നമ്മുടെ നെക്രോബിനോട് പോയി വാല് തുറക്കാൻ പറയാണ്. നീയല്ലേ വീട് വാങ്ങിയത്, പോയി തുറക്കടാ, ഞങ്ങൾ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് വീടാണ്. നമ്മുടെ ആളാണെങ്കിൽ പേടിച്ച് ചേർച്ചിട്ട് പോയി ഹോളി കൂടെ നോക്കുമ്പോൾ അത് അങ്കിളാണ്. ഇത് അങ്കിളാടാന്ന് പറഞ്ഞിട്ട് വാല് തുറക്കാണ്. വാല് തുറക്കുമ്പോൾ നമ്മുടെ മാമൻ ചോക്കാണെങ്കിൽ ചോദിക്കുകയാണ്, നീ എന്ത് കിടന്ന് കാറുണ്ടായി, ഞാൻ അത് കേട്ട് വന്നതാന്ന് പറയാണ്. അതൊന്നുമില്ല, ഞാൻ ഒരു സ്വപ്നം കണ്ടതാന്ന് പറയാണ്. നീ എന്തിനാടാ എൻ്റെ മോനെ അങ്ങോട്ട് വിട്ടതെന്ന് ചോദിക്കുകയാണ്. ആരെ വിട്ട്? ഈ സമയത്താണെങ്കിൽ രണ്ട് പൊതുപ്പും വെച്ചിട്ട് രണ്ട് രോമങ്ങളും കൂടിയിട്ട് അങ്ങോട്ട് വരാണ്, നോമോങ്ങും അതുപോലെ തന്നെ എയും. ഇത് കണ്ടതും അങ്കിളാണെങ്കിൽ പറയാണ്, അപ്പം എൻ്റെ റൂമിൽ എൻ്റെ കൂടെ കിടന്നത് ആരാന്ന് ചോദിക്കുകയാണ്. ആര്? ധൈര്യം ഉണ്ടായ നമ്മുടെ അങ്കിളാണെങ്കിൽ പേടിച്ച് കാലും കൈയും വിറയ്ക്കാണ്. നിങ്ങളും കൂടി വാടാ, എൻ്റെ റൂമിലാരും നോക്കടാ എന്ന് പറയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ പാത്രം വീണ ശബ്ദം കേൾക്കാണ്. അപ്പോൾ നമ്മുടെ നാമോങ്ങ് പറയാണ്, പേടിക്കണ്ട എലിയോ, ഇത് പഴയൊരു കെട്ടിടല്ലേ, എലിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൻ നടക്കാണ്. കുറച്ചുകൂടി രണ്ടടി കാല് വയ്ക്കുമ്പോൾ തട്ടിമ്പുറത്തൊരു ശബ്ദം കേൾക്കാണ്. പാട പറയാ, പൂച്ചയല്ലേ വിശന്നപ്പോൾ എലീനെ പിടിക്കാൻ കയറിയിട്ടുണ്ടാവും എന്ന് പറയാണ്. കൃത്യ സമയമാണെങ്കിൽ 10 മണിയാവാണ്. അപ്പം തന്നെ ഒരു സ്ത്രീയുടെ കാറിൽ കേൾക്കാണ്. ഇതിനി ആരാടാന്ന് നക്രോബ് ചോദിക്കുമ്പോൾ നമ്മൾ നാമോങ്ങ് പറയാണ്, ഭൂതം എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് ഓടണാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അങ്കിളാണെങ്കിൽ എന്തൊക്കെ പറയാണ്. നമ്മൾ നക്രോബ് ചോദിക്കും, നിങ്ങൾ എന്തോടോ പറയണേ, പേടിച്ചിട്ടാടാന്ന് പറയാണ്. ഈ സമയത്ത് ആ സ്ത്രീ വിളിച്ച് പറയാണ്, ഇതെൻ്റെ സ്ഥലമാണ്, ഇത് ഞാൻ ആർക്കും വിട്ട് തരില്ല എന്ന് പറഞ്ഞ് കാറാണ്, ഇതേടെ നിൻ്റെ സ്ഥലം നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്കിളാണെങ്കിൽ വീണ്ടും അടിക്കുകയാണ്. അവിടെ നിന്ന് സീങ്കട്ടൊക്കെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അവിടെ ഇങ്ങനെ അവരാണെങ്കിൽ ബുദ്ധമത സ്വാമീനെ കൊണ്ടുവന്ന് കാണും. സ്വാമിയാണെങ്കിൽ വെള്ളം കുത്തിയിട്ട് ഒരാൾക്കാരുടെ തലക്കടിക്കുകയാണ്. അങ്ങനെ മന്ത്രം ചൊല്ലി അവസാനം അങ്കിളിൻ്റെ അവിടെ എത്തുമ്പോൾ അങ്കിൾ പറയാണ്, ഞാൻ ഒറ്റൊരു ദിവസം ഇവിടെ കിടന്നിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ നിനക്ക് എന്തായാലും ഒരു അടി വേണമെന്ന് പറഞ്ഞാൽ ഒറ്റടിയും കൂടി കൊടുക്കുകയാണ് നമ്മുടെ അങ്കിളിന്. എന്നിട്ട് അങ്കിളിനെ കൂട്ടിയിട്ട് അവരോരോ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം തെളിക്കാൻ പോവാണ്. അങ്ങനെ വെള്ളം തെളിച്ച് അവസാനം 4ാമത്തെ ഫ്ലോറിലെത്താണ്. എത്തിയിട്ട് അവർ വെള്ളം ഇങ്ങനെ തെളിച്ച് 404ാമത്തെ മുറിയുടെ അവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്നൊരു പൊട്ടമൺ അടിക്കുകയാണ്. നമ്മുടെ നെക്രോബ് ഇത് എന്താണെന്ന് നോക്കാനായിട്ട് അവിടെ തുറന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവിടെ നിന്നൊരു ചെറിയൊരു പീസ് ഇറച്ചി കഷ്ണം കിട്ടാണ്, അതിൽ പുഴുവരിച്ച് നിൽക്കുകയാണ്. ഇതേടെ നമ്മളാളാണ് പേടിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്നാണെങ്കിൽ ആ വാതിൽ തുറക്കാണ്. നമ്മുടെ നെക്രോബ് അവിടെ പെട്ടുപോവാണ്. നമ്മുടെ സോമിജിയൊക്കെ ഇത്ര നേരം ധൈര്യം ഉണ്ടായി സോമിജി ആ ഒരു രീതിയിൽ അങ്ങോട്ട് നോക്കാണ്. പെട്ടെന്ന് തന്നെ ആ വാതിലടിയാണ്. നമ്മുടെ നെക്രോബാണെങ്കിൽ സോമിജിയുടെ പിന്നാലെ വന്നിക്കാണ്. എന്നിട്ട് സോമിജിയാണെങ്കിൽ ഓടാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ നാമോങ്ങ് പറയാണ്, ഓടല്ലേ, നിങ്ങൾ സ്വാമിജിയാണ്, നിങ്ങൾ ചേരാക്കണം എന്ന് പറയാണ്. അതെ, ഞാൻ സ്വാമിജിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വാമിജിയാണെങ്കിൽ മുന്നോട്ട് നടന്നവരാണ്. അങ്ങനെ വാതിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഈ തീയൊക്കെ ഉണ്ടാക്കുമ്പോൾ അലാറാമായിട്ട് വെള്ളം തെളിപ്പിക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചോരയുടെ തുള്ളി നമ്മുടെ സ്വാമിജിയുടെ തലയിൽ വീഴാണ്. ഇത് കണ്ട് നമ്മുടെ അങ്കിളാണെങ്കിൽ മിണ്ടാതെ നിൽക്കാണ്, ബാക്കിയുള്ളവർ അതുപോലെ നിൽക്കാണ്. അപ്പോൾ സ്വാമിജി പറയാണ്, ഇതൊരു പഴയ കെട്ടിടല്ലേ, മഴയൊക്കെ വീണ സമയമല്ലേ, ചോർച്ച ഉണ്ടാവും എന്ന് പറയാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആൾ വീണ്ടും 2 അടി വയ്ക്കുമ്പോൾ ചറവറ എന്ന് തുള്ളി വീഴാണ്. ഇതെന്താടോ എന്ന് പറഞ്ഞിട്ട് തലയെ തൊട്ട് നോക്കുമ്പോൾ ചോര കാണാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പാത്രം ഒന്ന് പിടിച്ചേന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വാമിജിയാണെങ്കിൽ അവിടെ നിന്ന് മുണ്ടും പൊക്കി ഓടാണ്. സ്വാമിജി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടാൻ നിൽക്കാണ്. പക്ഷെ നമ്മുടെ അങ്കിൾ നോക്കിയിട്ട് നക്രോബ് പറയാണ്, നിങ്ങൾക്ക് മന്ത്രം അറിയുന്നല്ലേ, നിങ്ങളങ്ങ് പിടക്കിയെന്ന് പറയാണ്. നമ്മളാണെങ്കിൽ കണ്ട വളരെ അടിച്ചിട്ട് വീണ്ടും വാതിന് നേരെ വന്നിട്ട് ഇങ്ങനെ തെളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. കുറേ നേരം തെളിപ്പിക്കുമ്പോൾ അത് വിജയിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾ ചിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചിരിക്കുകയാണ്. സമയത്താണെങ്കിൽ മുകളിലുള്ള സാധനത്തിൽ നിന്ന് മഴ പോലെ നമ്മുടെ ചോര വന്ന് വീഴാണ്. ഇത് കണ്ടത് അങ്കിളാണെങ്കിൽ പേടിച്ച് നക്രോബിൻ്റെ അടുത്തേക്ക് വരാണ്. ഈ സമയത്ത് അവിടുത്തെ വാതിൽ പതുക്കെ തുറക്കാണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മളെ ലളിത നിൽക്കണത് കാണാണ് ബാക്കിയുള്ളവർ. ഇത് കണ്ട് പേടിച്ച് അങ്കിളാണെങ്കിൽ അങ്കിളുടെ പാത്രമാണെങ്കിൽ ഉരുണ്ടിങ്ങനെ പോവാണ്. ആ ഉരുണ്ട പാത്രത്തേക്കാണെങ്കിൽ ഇവരൊക്കെ നോക്കി നിൽക്കുകയാണ്. ആ പാത്രം വന്ന വാതിൽ തട്ടുമ്പോൾ അവിടെയാണെങ്കിൽ പ്രേതത്തെ കാണാനില്ല.
ഹേയ് തോന്നിയതാവെന്ന് വിചാരിച്ചിട്ട് ഇവന്മാർ അവിടെ നിൽക്കുമ്പോൾ ലളിതയാണെങ്കിൽ വീണ്ടും കത്തി പിടിച്ചിട്ട് ഇവൻ്റെ മുമ്പിൽ ഓടി വരാണ്. നമ്മുടെ ടീം ഇത് കണ്ടതും ചാടി പറന്നൊക്കെയാണ് ലോബിയിൽ വന്ന് വരികയാണത്. മറ്റേ ഇവരാണെങ്കിൽ നമ്മുടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ നാമോങ്ങിൻ്റെ തോളത്താരോ കൈവയ്ക്കാണ്. നാമോങ്ങ് തിരിഞ്ഞ കൊടിയും കൂടി തിരിയും വേണമെങ്കിൽ ആ കൊടിയിൽ കയറി പ്രയാതം പിടിക്കുകയാണ്. അയ്യോ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആളാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് മാമൻ്റെ മോനും കൂടിയിട്ട് വാതിലിൻ്റെ അവിടേക്ക് ഓടാണ്. അപ്പോൾ തന്നെ വാതിൽ അടിഞ്ഞു പോവാണ്. പിന്നെ ആ വാതിൽ തുറക്കാനായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നക്രോബാണെങ്കിൽ നാമോങ്ങിനോട് പറയാണ്, ഡാ മണ്ട കരയാട് ഓടറാ എന്ന് പറയാണ്. അപ്പോൾ നാമോങ്ങ് പറയാണ്, എൻ്റെ കാലനങ്ങളില്ല, എൻ്റെ കാല ഉറച്ചു പോയി എന്ന് പറയാണ്. ഓ നിൻ്റെ കാലെന്ന് പറഞ്ഞിട്ട് അവനും കൊണ്ട് തിരിഞ്ഞ് രണ്ടടി നടക്കുമ്പോഴേക്കും ആ പ്രേതാണെങ്കിൽ കൊടിയങ്ങ് താഴിടാണ്. നമ്മുടെ നക്രോവാണെങ്കിൽ ഓടി നേരെ വാതിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ പട്ടികൾ നിങ്ങളെ ഒറ്റക്കിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ കൂടിയിട്ട് കാല് വലിച്ച് അവൻ നടക്കാണ്. അങ്ങനെ അവരാണെങ്കിൽ വാല് തുറക്കാൻ നോക്കാണ്. ഈ സമയത്ത് നമ്മുടെ മാമൻ്റെ മോനാണെങ്കിൽ ആ ബുദ്ധൻ്റെ പ്രതിമ നമ്മുടെ നക്രോബിൻ്റെ കൈക്ക് കൊടുത്തിട്ട് ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിലാണെങ്കിൽ പൊളിക്കാൻ നോക്കാണ്. കുറേ നേരം ശ്രമിച്ചിട്ട് പൊളിക്കാൻ പറ്റുന്നില്ല. ഈ സമയം കൊണ്ടാണെങ്കിൽ പ്രേതാവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ നക്രോബ് കാണാണ്. നക്രോബ് കഴിഞ്ഞടാന്ന് പറഞ്ഞിട്ട് തിരിയാണ്. ഈ സമയത്താണെങ്കിൽ പ്രേതവിൻ്റെ അടുത്തേക്ക് വരാണ്. പ്രേതത്തിൻ്റെ അടുത്തേക്ക് ബുദ്ധൻ്റെ പ്രതിമ കാട്ടിയുമ്പോൾ പ്രേതാണെങ്കിൽ ബുദ്ധൻ്റെ പ്രതിമ മാറ്റിയിട്ട് മുഖം കാട്ടി കൊടുക്കാണ്. ഇത് കണ്ട് നമ്മുടെ ടീമാണെങ്കിൽ ഓളിയിട്ടിട്ട് പുറത്തേക്ക് ചാടി ഓടാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി ഒരു പബ്ബിലാണെങ്കിൽ ഇവരൊക്കെ കൂടിയിരിക്കുകയാണ്. ആരാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ കയ്യും കാലും വരച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ ആ പബ്ബിലാണെങ്കിൽ ഒരു പാട്ട് പാടാണ്. അടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഒരു വരിയുള്ളൊരു പാട്ട് പാടാണ്. ഈ സമയത്ത് നമ്മുടെ നക്രോബ് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ലളിതയാണെങ്കിൽ പുറത്തു വന്ന് നിൽക്കണത് കാണാണ്. ബാക്കിയുള്ളവരും കൂടി വിളിച്ച് കാണിക്കുകയാണ്. ഈ പാട്ട് പാടുന്നതനുസരിച്ച് അവളാണെങ്കിൽ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ആ പാട്ട് പാടിയിട്ട് ആ ടീം നിർത്താണ്. അവളെ കാണാണ്ടാവാണ്. നമ്മുടെ ആൾക്കാർക്ക് സമാധാനമാവാണ്. ഇവർക്ക് ഹോട്ടലിനെ കുറിച്ച് ആ പ്രേതകഥ പറഞ്ഞു കൊടുത്തില്ലേ, ആ സ്ത്രീയുടെ പേരാണ് ഈ ആണ് ഈ ഹോട്ടലിൽ ഒരു ജോലിക്കാരിയാണ്. അവളാണെങ്കിൽ പിന്നെ മൈക്ക് വാങ്ങിയിട്ട് പാടാൻ തുടങ്ങാണ് ഈ പാട്ടിൻ്റെ ബാക്കി. ഇത് കേട്ടതും നമ്മുടെ ആൾക്കാർക്ക് പേടിയാവാണ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ലളിതയാണെങ്കിൽ ഇവൻ്റെ തൊട്ട് മുമ്പിലത്തെ സീറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ നക്രോബാണെങ്കിൽ ഓടിച്ചെന്നിട്ട് മൈക്ക് ഓഫാക്കാൻ പറയാണ്. ഈ സമയത്ത് ആ സ്ത്രീ തിരിയുമ്പോൾ ലളിത അവിടെ വന്നു നിൽക്കണ പോലെ തോന്നാണ്. അയ്യോ എന്ന് പറഞ്ഞ് കാറിയിടാണ് നമ്മുടെ നക്രോബ്. അവസാനം ലേഡി മൈക്കൊക്കെ ഓഫാക്കാണ്. ആ ലേഡിയോട് ഇവർ കാര്യമൊക്കെ പറയാണ്. അപ്പോൾ ആ ലേഡി പറയും, നിങ്ങൾ പേടിക്കണ്ട, പുറത്താണെങ്കിൽ ആ ലളിതയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യില്ല, ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മാത്രമാണെങ്കിൽ ലളിത നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയാണ്. അത് അവളുടെ സ്ഥലമാണ്, അത് അവൾക്ക് തന്നെ കൊടുക്കണതാവും നല്ലതെന്ന് ആ ലേഡി പറയാണ്. ഇത് കേട്ടതും നമ്മുടെ നക്രോബിനാണെങ്കിൽ ദേഷ്യവരാണ്. അവസാനം കച്ചിത്തുരുമ്പാണ്. ഇത് പിടിച്ചില്ലെങ്കിൽ കടം കൊടുത്ത് തീർക്കാനൊന്നും പറ്റില്ല. അതുപോലെ തൻ്റെ കാമുകി തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന മനസ്സിലാക്കി അവനാണെങ്കിൽ അവിടുന്ന് ഒരു സർവൻ്റ് ആണെങ്കിൽ ഒരു സ്കോച്ച് കൊണ്ടുപോകണ്ടായിരുന്നു. ആ സ്കോച്ച് മുഴുവൻ എടുത്ത് കുടിക്കുകയാണ് ഗ്ലാസ്സിത്തെ. മറ്റാൾ നേരെ